ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് 2 ക്ലാസ് ആണ്. കാലത്ത് 12 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾഡ് SCRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാത്രി 8 മണിക്ക് നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള GK പോർഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യ പേപ്പർ ആയിട്ട് ഇപ്പൊ ഏകദേശം 4ഓളം ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി ഈ ചോദ്യ പേപ്പർ എല്ലാം കഴിയുന്ന സമയത്ത് അതിൽ നിന്നും PSCയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഒരുമിച്ചാണ് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ സാറ്റർഡേ, സൺഡേ, ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് ബെവ്കോ LDC വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് വേണം? ഇംഗ്ലീഷും മലയാളവും വേണം. മാത്സ് ആണെങ്കിൽ ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാത്സും വേണം അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കുന്നത് ഞാനല്ല, അർച്ചന മിസ്സാണ്. രാത്രി 8 മണിക്ക് ഞായറാഴ്ചകളിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നൽകി വരുന്നത്. എല്ലാ സൺഡേയും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ റെക്കോർഡഡ് സെഷൻ ആയിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. PYQ ഡിസ്കഷൻ സെഷൻ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ SCRT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് എത്രയാണ് നമ്പർ, അതുപോലെ SCRTയുടെ എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ എത്രാമത്തെ ക്ലാസ് ആണ്, എല്ലാം ക്ലാസ് നമ്പർ മെൻഷൻ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 9 മണിയുടെ ക്ലാസ് ബയോളജിയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. അതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക്. അപ്പോൾ അത് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞു എടുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്ക് കോശം എന്ന് പറയുന്ന ഭാഗമാണ്. 3 SCRT ചാപ്റ്ററിലൂടെയാണ് നമ്മൾ കോശം എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്നത്. ആ 3 SCRT ചാപ്റ്റർ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെയാണ് പഠിക്കാനായിട്ടും പോകുന്നത്. അപ്പോൾ 3 ചാപ്റ്ററുകളുടെ പേര് ഞാൻ പറയാം. ജീവൻ്റെ ചെപ്പുകൾ, ഓക്കെ, അതുപോലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, കോശജാലങ്ങൾ. ഇങ്ങനെ 3 SCRT ചാപ്റ്ററിലൂടെയാണ് നമ്മൾ ഈ കോശം എന്ന് പറയുന്ന, കോശം കലകൾ എന്ന് പറയുന്ന ഭാഗം പഠിക്കാനായിട്ട് പോകുന്നത്. കോശം എന്ന് പറയുന്ന ഭാഗത്തുള്ള SCRT ചാപ്റ്റേഴ്സ് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ജീവന്റെ ചെപ്പുകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 6ാം ക്ലാസ്സിലെ ജീവന്റെ ചെപ്പുകൾ. അപ്പോൾ 6ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നോക്കാനുള്ളൂ. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് കോശം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം, ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് ജീവശരീരത്തിലെ ചെറു ഘടകങ്ങൾ. അത് തന്നെയാണ് എന്ത് കോശം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവികളുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നിട്ടാണ്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെറു ഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോശങ്ങൾ അഥവാ സെൽസ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു കോശം മാത്രമുള്ള ജീവികളും ഉണ്ട്, ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികളും ഉണ്ട്. ഇങ്ങനെ ഒരു കോശം മാത്രമുള്ള ജീവികളെ നമ്മൾ ഏകകോശ ജീവികളെന്നും ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികളെ നമ്മൾ എന്ത് വിളിക്കും? ബഹുകോശ ജീവികൾ എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് കോശം? ഇവിടെ നോക്കാം, ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നാണ്. അപ്പോൾ ഇങ്ങനെ ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെയാണ് കോശങ്ങൾ അഥവാ സെൽസ് എന്ന് പറയുന്നത്. ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്, ഇവയാണ് എന്ത്? ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അതിന് എക്സാമ്പിൾ ആണ്, അതായത് ഏകകോശ ജീവികൾക്ക് എക്സാമ്പിൾ ആണ് അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. അപ്പോൾ അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ ഇതെല്ലാം എന്താണ്? ഏകകോശ ജീവികളാണ്. ഒരു കോശം മാത്രമേ അവയ്ക്കുള്ളൂ. ഓക്കെ, ഇനി ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. അതിന് എക്സാമ്പിൾ ആരാണ്? നമ്മൾ മനുഷ്യരും ജന്തുക്കളും സസ്യങ്ങളും എല്ലാം തന്നെ എന്താണ്? ബഹുകോശ ജീവികളാണ്. ഓക്കെ, അപ്പോൾ കോശം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അനേകം ചെറു ഘടകങ്ങളുണ്ട്, അവയാണ് കോശങ്ങൾ അഥവാ സെൽസ് എന്ന് പറയുന്നത്. ഒരു കോശമുള്ള ജീവിയാണ് ഏകകോശ ജീവി. ദെൻ ഒന്നിൽ കൂടുതൽ കോശമുള്ളത് ബഹുകോശ ജീവി. ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. ബഹുകോശ ജീവികൾക്ക് എക്സാമ്പിൾ ആണ് സസ്യങ്ങളും ജന്തുക്കളും മനുഷ്യരും എല്ലാം. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് കോശങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഇത് 6ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള, അതായത് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഇവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഒന്ന് കോശസ്തരം. ഇവിടെ പിക്ചർ നോക്കി നോക്കുക. കോശസ്തരം, കോശദ്രവ്യം, മർമ്മം. എന്താണ് കോശസ്തരം? നമുക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം, ഏറ്റവും പുറമേ ഉള്ള ആവരണമാണ് അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ പഠിക്കാൻ. കോശത്തിൻ്റെ ആവരണമാണ് എന്തെന്ന് പറയുന്നത്? കോശസ്തരം എന്ന് പറയുന്നത്. കോശത്തിന്റെ ആവരണമാണ് എന്ത്? കോശസ്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മർമ്മം എന്ന് പറയുന്നത് എന്താണ്? കോശത്തിന്റെ കേന്ദ്രമാണ് എന്ത്? മർമ്മം. ഓക്കെ, കോശത്തിന്റെ കേന്ദ്രമാണ് എന്ത്? മർമ്മം. കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. ഈ കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് എന്ത്? കോശദ്രവ്യം എന്ന് പറയുന്നത്. ഓക്കെ, കോശസ്തരം എന്ന് പറഞ്ഞാൽ കോശത്തിന്റെ ആവരണം, മർമ്മം എന്ന് പറയുന്നത് കോശത്തിന്റെ കേന്ദ്രം, കോശദ്രവ്യം എന്താണ്? ഈ കോശസ്തരത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. ഇതാണ് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ കോശത്തിന്റെ. പഠിച്ചല്ലോ. അപ്പോൾ 3 ഭാഗങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ജന്തുകോശത്തിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, സസ്യകോശത്തിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ രണ്ടിലുമുള്ള ഭാഗങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിലില്ലാത്തത് മറ്റൊന്നിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് എന്തെങ്കിലും വ്യത്യാസമുള്ളത് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മർമ്മം, ആദ്യത്തെ പാർട്ട് മർമ്മമാണ്. അത് രണ്ടിടത്തും ഉണ്ട് അല്ലേ. ബ്ലൂ കളറിൽ കാണപ്പെടുന്ന മർമ്മമാണ്, 2 ഭാഗത്തും ഉണ്ട്, കോമൺ ആണ്. അടുത്തത് ഹരിതകം. ഹരിതകം എവിടെ മാത്രമേ ഉള്ളൂ? സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ഗ്രീൻ കളറിൽ ഡോട്ട് ഡോട്ടായിട്ട് കൊടുത്തിരിക്കുന്നില്ല, അതാണ് ഹരിതകം അഥവാ ക്ലോറോപ്ലാസ്റ്റ്. നമുക്കറിയാം ഹരിതകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അല്ലേ. അതായത് സസ്യങ്ങളിൽ ഇലകളിലാണ് എന്ത് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അല്ലെ. അപ്പോൾ ഇലകളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്? ഈ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ്. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന എന്താണ്? ഹരിതകം അഥവാ ക്ലോറോപ്ലാസ്റ്റ് ആണ്. അപ്പോൾ ഇലകളിലെ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകത്തിൽ വെച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് എവിടെയാണ്? സസ്യകോശത്തിലാണ്. പച്ച കളറിൽ കാണുന്നില്ലേ, അതാണ് ഹരിതകം. അടുത്തത് കോശദ്രവ്യമാണ്. കോശദ്രവ്യം എന്ന് പറയുന്നത് 2 ഇടത്തും ഉണ്ട് അല്ലെ. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന എന്താണ്? ദ്രവ്യമാണ് അല്ലെ, ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. അത് 2 ഇടത്തും ഉണ്ട്. അടുത്തത് കോശഭിത്തി. കോശഭിത്തി എന്ന് പറയുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? സസ്യകോശത്തിൽ മാത്രമാണ് നമുക്ക് സെൽ വോൾ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സെൽ വോൾ കാണുന്നത് എവിടെയാണ്? സസ്യകോശത്തിൽ മാത്രമാണ്. അടുത്തത് ഫേനം. ഫേനം 2 ഇടത്തും ഉണ്ട്. ജന്തുകോശത്തിൽ ചെറിയ സർക്കുലർ ഷേപ്പിൽ കാണുന്നു. ദെൻ എന്താണ്? സസ്യകോശത്തിൽ കുറച്ച് വലിപ്പത്തിൽ ഇങ്ങനെ വൈറ്റ് കളറിൽ കാണപ്പെടുന്നില്ലേ, ഇതാണ് എന്താ? ഫേനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫേനം എന്ന് പറയുന്നത് 2 ഇടത്തും ഉള്ളതാണ്. ഇനി കോശസ്തരം. കോശസ്തരവും എന്താണ്? 2 ഇടത്തും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജന്തുകോശത്തിലും സസ്യകോശത്തിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോശസ്തരം, ഫേനം, കോശദ്രവ്യം, മർമ്മം എന്നിവയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി സസ്യകോശത്തിൽ മാത്രമുള്ളത് എന്താണ്?
ഈ ചിത്രം കൊടുത്തിരിക്കുന്നതിൽ ഹരിതകം അതുപോലെ തന്നെ കോശഭിത്തി എന്നിവ എവിടെ മാത്രമേ ഉള്ളൂ? സസ്യകോശത്തിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ 6ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ, അതായത് കോശത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇത് 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കോശത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെയാണ് പഠിക്കുന്നത്. ഇവിടെ മൈക്രോസ്കോപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. എല്ലാ ജീവികളുടെയും ശരീരഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. കോശങ്ങളെ നിരീക്ഷിക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പിന്റെ പാർട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഐ പീസ്, സ്റ്റേജും ക്ലിപ്പും, നോബുകൾ, കണ്ടൻസർ, ഒബ്ജക്റ്റീവ് ലെൻസ്, മിറർ, ഇതെല്ലാം എന്താണ്? മൈക്രോസ്കോപ്പിന്റെ പാർട്സ് ആണ്. ഇനി മൈക്രോസ്കോപ്പിൽ എന്താണ്? നമുക്ക് വസ്തുക്കളെ വലുതായിട്ട് കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതിൽ ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മൈക്രോസ്കോപ്പിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് കോശത്തെക്കുറിച്ചാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ നമ്മൾ PDF ഇട്ട് തരുന്ന സമയത്ത്. ഇനി നമുക്ക് കോശത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ കോശം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികളൊക്കെ നമ്മളിപ്പോൾ 6ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി കോശത്തിൻ്റെ കണ്ടെത്തലിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, കോശത്തെ കണ്ടെത്തുന്നു. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോശത്തെ കണ്ടെത്തുന്നത് ആരാണ്? ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഓക്കെ, ഇനി കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ സെൽ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണ്? ചെറിയ അറകൾ അല്ലെങ്കിൽ ചെറിയ മുറി എന്നുള്ളതാണ് സെൽ എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത്. അപ്പോൾ അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് കണ്ട ചെറിയ അറകളെ എന്ത് വിശേഷിപ്പിച്ചു? സെൽ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ സെൽ എന്നുള്ളത് കണ്ടുപിടിച്ചതും റോബർട്ട് ഹുക്കാണ് അല്ലെ? സെല്ല്, അതായത് കോശം. അപ്പോൾ സെൽ എന്ന് പറയുന്നത് എന്താണ്? സെല്ലിന്റെ മീനിങ് ആണ് ചെറിയ മുറി എന്ന് പറയുന്നത്. സെൽ അല്ലെങ്കിൽ കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. എന്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്? മൈക്രോസ്കോപ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് റോബർട്ട് ഹുക്കാണ് കോശങ്ങളെ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കാം, ഇന്ന് സത്വരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബൃഹത്തായ ശാസ്ത്ര ശാഖയാണ് കോശ പഠനം. ഇത് കോശവിജ്ഞാനീയം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ കോശ പഠനം അറിയപ്പെടുന്നത് എന്താണ്? കോശവിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. ഇവിടെ ബ്ലാക്ക് കളറിൽ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ഞാൻ വായിച്ചു തരാം. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് റൂം സെക്ഷനിൽ കറക്റ്റായിട്ട് നോട്ട്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. ആ വീഡിയോയും കൂടെ കാണാം കേട്ടോ. ഇവിടെ കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 4 ശാസ്ത്രജ്ഞന്മാരും അവരുടെ വർഷങ്ങളും അവിടെ കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ 1831 എന്താണ് കണ്ടുപിടിച്ചത്? അതായത് കോശ കേന്ദ്രം കണ്ടെത്തി. ഓക്കെ, റോബർട്ട് ബ്രൗൺ കണ്ടെത്തിയത് എന്താണ്? കോശകേന്ദ്രം. കോശകേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മർമ്മമാണ് അല്ലേ? കോശത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് മർമ്മമാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. കാണുന്നില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അദ്ദേഹം അതിനെ, കോശത്തിന്റെ കേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. 1831 നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ആള് MG സ്ലീഡൻ. ഓക്കെ, അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1838 അദ്ദേഹം എന്ത് കണ്ടെത്തി? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് MJ സ്ലീഡൻ. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത ആരാണ്? തിയോഡർ ഷ്വാൻ. തിയോഡർ ഷ്വാൻ 1839 അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഓക്കെ, തിയോഡർ ഷ്വാൻ എന്തെന്ന് കണ്ടെത്തി?
ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. ഓക്കെ, അടുത്തത് റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോ എന്താണ് ചെയ്തത്? 1858 അദ്ദേഹം വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിക്കുകയും നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ എന്ന നിഗമനത്തിൽ എത്തുകയും ചെയ്തത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. ഓക്കെ, അപ്പോൾ കോശങ്ങൾ വിഭജിക്കുന്നത് നിരീക്ഷിച്ചിട്ട് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് കണ്ടെത്തിയത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. അപ്പോൾ കോശത്തിന്റെ കേന്ദ്രം, അതായത് എന്താണ് മർമ്മം, ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് 1831. MJ ഷ്ലീഡൻ എന്താണ് കണ്ടെത്തിയത്? 1838 അദ്ദേഹം കണ്ടെത്തിയത് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തി. തിയോഡർ ഷ്വാൻ എന്ന് കണ്ടെത്തി? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തി. റുഡോൾഫ് വിർഷോ കണ്ടെത്തിയത് എന്താണ്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് കണ്ടെത്തി 1858. ഓക്കെ, അപ്പോൾ ഈ 4 ശാസ്ത്രജ്ഞരും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വച്ചേക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോശ സിദ്ധാന്തം. എന്താണ് കോശ സിദ്ധാന്തം? വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾച്ചേർത്തുകൊണ്ട് MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം. ഓക്കെ, കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും. MJ ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. തിയോഡർ ഷ്വാൻ എന്ത് കണ്ടെത്തി? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇവർ 2 പേരും കൂടെ ചേർന്നിട്ടാണ് കോശ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. ഓക്കെ, കോശ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. ഇനി ഈ കോശ സിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട 2 ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ഓക്കെ, കോശ സിദ്ധാന്തം അനുസരിച്ച് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന കണങ്ങളാണ് കോശങ്ങൾ. ഓക്കെ, കോശ സിദ്ധാന്തം അനുസരിച്ച് പ്രധാനപ്പെട്ട 2 ആശയങ്ങളാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വച്ചത്. എന്തൊക്കെയാണ്? എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന കണങ്ങളാണ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കോശ സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലായല്ലോ. ആരാണത് കൊണ്ടുവന്നത്? MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ്. ഇനി കോശത്തിലെ ജീവധർമ്മങ്ങൾ, കോശത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. ഓക്കെ, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. ഓക്കെ, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് എന്ത് സ്വതന്ത്രമാക്കുന്നു? ഊർജം സ്വതന്ത്രമാക്കുന്നു. ഇതാണ് കോശത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ധർമ്മങ്ങളെല്ലാം നിറവേറ്റാൻ തക്കവണ്ണം സങ്കീർണമാണ് കോശത്തിന്റെ ഘടന. ഓരോ ജീവധർമ്മവും നിറവേറ്റുന്നതിനായി കോശത്തിനുള്ളിൽ എന്തുണ്ട്? പ്രത്യേകമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഒരു കോശം തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ സസ്യകോശമാണ് തന്നിട്ടുള്ളത്. സസ്യകോശത്തിന്റെ വിവിധ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? മർമ്മം, കോശസ്തരം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, ഹരിതകണം, കോശഭിത്തി, മൈറ്റോകോൺട്രിയോൺ, ഫേനം, ഗോൾജി കോംപ്ലക്സ്. ഓക്കെ, അപ്പം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഹരിതകണം, അതുപോലെ തന്നെ കോശഭിത്തി. ഇതെല്ലാം സസ്യകോശത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചില്ലേ. അപ്പോൾ ഇവിടെ സസ്യകോശത്തിന്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ എന്താണ് ജീവദ്രവ്യവും കോശദ്രവ്യവും എന്ന് തന്നിട്ടുണ്ട്. നോക്കുക, കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയുന്നു. ഓക്കെ, കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും, അതായത് ഇതെല്ലാം കോശസ്തരത്തിലെ എല്ലാ പദാർത്ഥങ്ങളും എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം വരെ, അതായത് കോശസ്തരത്തിൽ റൈബോസോം ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, കോശദ്രവ്യമുണ്ട്, ഹരിതകണമുണ്ട്, മൈറ്റോകോൺട്രിയോൺ ഉണ്ട്, കോശഭിത്തിയുണ്ട്, ഫേനമുണ്ട്, ഗോൾജി കോംപ്ലക്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ നമ്മൾ ഇതിനെ എന്ത് പറയും? ജീവദ്രവ്യം എന്ന് പറയും. കോശസ്തരത്തിനുള്ളിലുള്ള എല്ലാം ചേർത്ത്, മർമ്മവും എല്ലാം ചേർത്ത്, എല്ലാത്തും കൂടെ ചേർത്തിട്ടുള്ളതാണ് ജീവദ്രവ്യം.
ഇനി ഇതിലെ മർമ്മം ഒഴിച്ചു നിർത്തിയാൽ, ഈ മർമ്മം ബ്ലൂ കളറിൽ ഇവിടെ കാണുന്നില്ലേ, ഈ മർമ്മം ഒഴിച്ചു നിർത്തി ബാക്കി ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് നമ്മൾ എന്തെന്ന് പറയും? ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയും. ഈ ജീവദ്രവ്യത്തിൽ മർമ്മം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തെ എന്ത് വിളിക്കും? കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ജീവദ്രവ്യം എന്താണ്, കോശദ്രവ്യം എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും, മർമ്മം, റൈബോസോം, മൈറ്റോകോൺട്രിയ, ഗോൾജി കോംപ്ലക്സ്, അങ്ങനെയുള്ള എല്ലാ പദാർത്ഥങ്ങളെയും കൂടെ ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയും. അതിൽ മർമ്മം മാറ്റി നിർത്തി ബാക്കിയുള്ളതിനെ കൂടെ ചേർത്ത് എന്ത് പറയും? സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം എന്ന് പറയും. കിട്ടിയല്ലോ. ഇനി ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. ഓക്കെ, എന്താണ്? അതായത് കോശദ്രവ്യത്തിനകത്ത് നമ്മൾ പറഞ്ഞു എല്ലാ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളും ഉണ്ട്. നമ്മൾ പറഞ്ഞ മൈറ്റോകോൺട്രിയ, ഗോൾജി കോംപ്ലക്സ്, റൈബോസോം, ഇതെല്ലാം എന്താണ്? കോശദ്രവ്യത്തിലുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഇവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഈ എല്ലാ ഘടകങ്ങളെയും നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കോശാംഗങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓരോ കോശാംഗം എടുത്തു കഴിഞ്ഞാലും അതിനൊരു പ്രത്യേക ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ആദ്യം തന്നെ മൈറ്റോകോൺട്രിയോൺ കൊടുത്തിട്ടുണ്ട് അല്ലെ. മൈറ്റോകോൺട്രിയോണിന്റെ ഫംഗ്ഷൻ എന്താണ് നോക്കുക. കോശത്തിലെ ഊർജ നിലയം ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. കോശത്തിലെ ഊർജ നിലയമാണ് എന്ത്? മൈറ്റോകോൺട്രിയോൺ. ഓക്കെ, മൈറ്റോകോൺട്രിയോൺ ആണ് കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത്. ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയോൺ ആണ്. ഇനി ഊർജ ആവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ എവിടെയാണ് മൈറ്റോകോൺട്രിയോൺ കാണപ്പെടുന്നത്? ഊർജത്തിന്റെ ആവശ്യം ഏറ്റവും കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണപ്പെടുന്നത്? മൈറ്റോകോൺട്രിയോൺ കാണപ്പെടുന്നത്. അപ്പോൾ ഊർജവുമായി ബന്ധപ്പെട്ട ആളാണ് മൈറ്റോകോൺട്രിയോൺ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുമ്പോൾ കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ്. ഓക്കെ, കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്, സഞ്ചാരപാതയാണ്. അപ്പോൾ പദാർത്ഥ സംവഹനം നടക്കുന്ന എന്തിലൂടെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിന് എന്ത് വിളിക്കുന്നു? കോശാസ്ഥികൂടം എന്ന് വിളിക്കുന്നു. അപ്പോൾ കോശത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതുകൊണ്ട് തന്നെ കോശാസ്ഥികൂടം എന്ന് വിളിക്കപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കോശാസ്ഥികൂടം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഓരോ പേരുകൾ, കോശാസ്ഥികൂടം അല്ലെങ്കിൽ ഊർജ്ജ നിലയം എന്നുള്ളതൊക്കെ നമ്മൾ എന്താണ് കോഡ് വെച്ചിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് റൂം സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ വീഡിയോ കൂടെ കണ്ടു നോക്കുക. അപ്പോൾ കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതുകൊണ്ട് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ്. പദാർത്ഥ സംവഹനം നടത്തുന്നു. മൈറ്റോകോൺട്രിയൻ എന്തായിരുന്നു പറഞ്ഞത്? കോശത്തിലെ ഊർജ്ജ നിലയമാണ്. ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അടുത്ത ആളാണ് റൈബോസോം. റൈബോസോം എന്ന് പറയുമ്പോൾ കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. ഒന്നുകിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്ന് കാണപ്പെടുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്വതന്ത്രമായിട്ടോ കാണപ്പെടുന്നു. റൈബോസോം എന്താണ് ചെയ്യുന്നത്? മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം. ഓക്കെ, അടുത്തത് ഫേനം അഥവാ വാക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫേനത്തെ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സവിശേഷ സ്ഥലം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് ആരാണ്? ഫേനമാണ്. ഓക്കെ, ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ തുടങ്ങിയവ സംഭരിക്കുന്നത് ആരാണ്? ഫേനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഗോൾജി കോംപ്ലക്സ്. ഗോൾജി കോംപ്ലക്സിന്റെ എന്താണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്നു.
രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ എന്ത് ചെയ്യുന്നു? ചെറു സ്തര സഞ്ചികളിലാക്കുന്നു. ഓക്കെ, ഗ്രന്ഥി കോശങ്ങളിലാണ് കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നത്? ഗോൾജി കോംപ്ലക്സ് കാണപ്പെടുന്നത്. ഓക്കെ, ഗ്രന്ഥി കോശങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഓരോ പാർട്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഒന്ന് എഴുതി ചേർക്കാനായിട്ട് നോക്കുക. ഇനി അടുത്തത് നോക്കുക. കോശവിജ്ഞാനീയത്തിൻ്റെ വളർച്ചയുടെ പടവുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കോശവിജ്ഞാനീയത്തിൻ്റെ വളർച്ച മൈക്രോസ്കോപ്പുകളുടെ ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചയുടെ ഫലമാണ് എന്ന് പറയാം. സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ പരമാവധി 2000 മടങ്ങ് മാത്രമേ വലുതായി കാണാൻ കഴിയൂ. പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണിക്കാൻ കഴിയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ ആവിർഭാവത്തോടുകൂടിയാണ് കോശത്തിനുള്ളിലെ സൂക്ഷ്മ ഘടകങ്ങളായ കോശാംഗങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ലഭിച്ചത്. അപ്പോൾ ഇവിടെ മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ടത്, നമ്മൾ സെൽ ഓർഗനൽസ് ഒക്കെ പഠിച്ചു അല്ലേ, അതായത് സെല്ലിൽ കാണപ്പെടുന്ന എല്ലാ കോശാംഗങ്ങളെ കുറിച്ചും പഠിച്ചു. ഇനി മർമ്മം അല്ലെ, മർമ്മം ന്യൂക്ലിയസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ എന്താണ് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. ഓക്കെ, കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. അപ്പോൾ കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും എല്ലാം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ മാംസ്യ തന്മാത്രകൾ വേണം അല്ലെ, പ്രോട്ടീൻ വേണം. അപ്പോൾ ഇവയുടെ നിർമ്മാണം നടത്തുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. ഓക്കെ, അപ്പോൾ മാംസ്യ നിർമ്മാണം നടക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? മർമ്മത്തിൽ കാണപ്പെടുന്ന ക്രൊമാറ്റിൻ ജാലികയിലുള്ള ജീനുകളുടെ നിയന്ത്രണത്തോടു കൂടിയിട്ടാണ് മാംസ്യ നിർമ്മാണം നടത്തുന്നത്. എന്തിനാണ് ഈ മാംസ്യ നിർമ്മാണം? കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്കാണ് പങ്കുള്ളത്. ഓക്കെ, കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പങ്കുവഹിക്കുന്നത് ആരാണ്? മാംസ്യ തന്മാത്രകളാണ്. ഈ മാംസ്യ തന്മാത്രകൾ നിർമ്മിക്കുന്നത് ആരാണ്? മർമ്മത്തിലുള്ള ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അതിനാൽ മർമ്മം കോശത്തിൻ്റെ എന്താവുന്നു? നിയന്ത്രണ കേന്ദ്രമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മർമ്മമാണ്. ഓക്കെ, മർമ്മത്തിലുള്ള ക്രൊമാറ്റിൻ ജാലികയിലുള്ള ജീനുകളാണ് മാംസ്യ നിർമ്മാണത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വയ്ക്കാം. ഇനി മർമ്മത്തിലുള്ള മെയിൻ ആയിട്ടുള്ള പാർട്സും അതിൻ്റെ ഫംഗ്ഷനുമാണ് പറയുന്നത്. ആദ്യം തന്നെ നോക്കുക, മർമ്മസ്തരം. മർമ്മസ്തരം എന്ന് പറയുമ്പോൾ എന്താണ്? മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലം. നമുക്ക് ഏറ്റവും പുറമേ കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ മർമ്മസ്തരം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം. ഇനി അടുത്തത് മർമ്മദ്രവ്യം. മർമ്മദ്രവ്യം അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് എന്ത്? ദ്രവ്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദ്രാവക ഭാഗമാണ് അല്ലേ. അപ്പം മർമ്മദ്രവ്യം എന്ന് പറയുമ്പോൾ മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും എവിടെ കാണപ്പെടുന്നു? മർമ്മദ്രവ്യത്തിൽ കാണപ്പെടുന്നു. ഓക്കെ, മർമ്മകവും കാണപ്പെടുന്നുണ്ട്, ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നുണ്ട്. ഇനി അപ്പോൾ ഈ മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും എന്താണ് എന്നുള്ളത് നോക്കണം. മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അപ്പോൾ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആളാരാണ്? മർമ്മകം അഥവാ ന്യൂക്ലിയോലസ് ആണ് റൈബോസോമിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ്. ഇനി ക്രൊമാറ്റിൻ ജാലിക. ക്രൊമാറ്റിൻ ജാലിക എന്താണ്? മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ, ഇത് ഇവിടെ കിടക്കുന്ന കണ്ടില്ലേ, വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നതാണ്. ഇവിടെ ജീനുകളുണ്ട്, നമ്മൾ പറഞ്ഞല്ലേ മാംസ്യങ്ങളുടെ നിർമ്മാണത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ജീനുകൾ മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലുള്ള ജീനുകളാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ജീനുകൾ ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? ക്രൊമാറ്റിൻ ജാലികയിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. അടുത്തത് മർമ്മരന്ധ്രം. ന്യൂക്ലിയർ പോർ എന്ന് പറഞ്ഞാൽ എന്താണ്?
മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ, മർമ്മസ്തരത്തിൽ കണ്ടില്ലേ ഓരോ കുത്തായിട്ട് ഇങ്ങനെ കുറേ സുഷിരങ്ങൾ കൊടുത്തിട്ടില്ലേ, അതാണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിൽ സഹായിക്കുന്ന ആരാണ്? ഈ മർമ്മരന്ധ്രമാണ്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് ആരാണ്? മർമ്മരന്ധ്രമാണ്. അപ്പം മർമ്മവും മർമ്മത്തിന്റെ പ്രധാനപ്പെട്ട പാർട്സും അതിന്റെ ഫങ്ഷനും എന്താണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, അടുത്തത് പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളും എന്താണ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് പ്രോകാരിയോട്ടുകൾ? ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശങ്ങളിൽ മർമ്മം കാണപ്പെടുന്നില്ല. ഇത്തരം ജീവികളെയാണ് പ്രൊക്കാരിയോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കോശം എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ച് ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും പഠിച്ചു. അതുപോലെ കോശത്തിൽ മർമ്മമുണ്ടോ മർമ്മമില്ലയോ എന്നുള്ളതിനനുസരിച്ചിട്ട് മർമ്മം ഇല്ലാത്ത ജീവികളെ നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നു. മർമ്മമുള്ള ജീവികളെ നമ്മൾ എന്തെന്ന് പറയുന്നു? യൂക്കാരിയോട്ടുകൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ പ്രോകാരിയോട്ടുകൾക്ക് എക്സാമ്പിൾ ആണ് ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശങ്ങളിൽ എന്തില്ല? മർമ്മമില്ല. ഓക്കെ, അപ്പോൾ പ്രോകാരിയോട്ടുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. മർമ്മം ഇല്ല, അതുകൊണ്ട് അവ എന്താണ്? പ്രോകാരിയോട്ടുകളാണ്. ഇനി യൂക്കാരിയോട്ടുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? മർമ്മമുള്ളവയാണ്. ഓക്കെ, അതാണ് അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ, ഇവയെല്ലാം എന്താണ്? കോശങ്ങളിൽ എന്തുണ്ട്? വ്യക്തമായിട്ടുള്ള മർമ്മമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ എന്താണ്? യൂക്കാരിയോട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം മർമ്മം ഉണ്ടെങ്കിൽ യൂക്കാരിയോട്ടും മർമ്മമില്ലെങ്കിൽ പ്രോകാരിയോട്ടുമാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് ജീവസ്തരങ്ങൾ. ഓക്കെ, എന്താണ് ജീവസ്തരങ്ങൾ എന്ന് പറയുന്നത് നോക്കാം. കോശത്തിന് ഒരു സ്തര ആവരണമുണ്ട്, നമ്മൾ പഠിച്ചല്ലേ, കോശസ്തരമുണ്ട്. അതുപോലെ ഇതാണ് എന്ത്? കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് കോശസ്തരമാണ്. കോശത്തിന് മാത്രമല്ല, നമ്മൾ മർമ്മത്തിനും പഠിച്ചു അല്ലേ, മർമ്മത്തിനും എന്തുണ്ട്? മർമ്മസ്തരമുണ്ട്. അതുപോലെ ഓരോ കോശാംഗങ്ങൾക്കും ഒരു സ്തര ആവരണമുണ്ട്. അപ്പോൾ കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലും പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ഈ ജീവസ്തരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ജീവസ്തരങ്ങളാണ് എന്ത് ചെയ്യുന്നത്? കോശത്തിനുള്ളിലും കോശദ്രവ്യവും അതുപോലെ തന്നെ കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള ഒരു എന്താണ്? പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ആരാണ്? ജീവസ്തരങ്ങളാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ ജീവസ്തരങ്ങൾ അറിയപ്പെടുന്ന എന്താണ്? വരണതാര്യസ്തരങ്ങൾ എന്നാണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് എന്താണ്? ഓരോ ശരീരത്തിനും ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളെ മാത്രമാണ് അവ കടത്തിവിടുന്നത്. അപ്പോൾ ആവശ്യമുള്ളതിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കടത്തിവിടുന്നത് കൊണ്ട് തന്നെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻസ് അഥവാ വരണതാര്യസ്തരങ്ങൾ എന്നാണ് ജീവസ്തരങ്ങൾ അറിയപ്പെടുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. ഇനി അടുത്തത് നോക്കാം. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവ കണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവ കണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ്. ഇവ 3 തരം ഉണ്ട്. അതായത് വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ്. ഓക്കെ, എന്തൊക്കെയാണ്? വർണ്ണകണം 3, പ്ലാസ്റ്റിഡ്സ് ജൈവകണങ്ങൾ 3 തരത്തിലുണ്ട്. ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ് എന്നിങ്ങനെ 3 തരത്തിലുണ്ട്. ഓക്കെ, വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. അപ്പോൾ പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നതിന് ഹരിതകണമാണ് നമ്മൾ പഠിച്ചില്ലേ, ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാം. ഇനി വർണ്ണകണങ്ങളാണ് പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത്. ഓക്കെ, വർണ്ണകണമാണ് പൂക്കൾക്കും പഴങ്ങൾക്കൊക്കെ നിറം നൽകുന്നത്. ഇനി വർണ്ണകണത്തിലെ ചില വർണ്ണങ്ങളാണ് സാന്തോഫിൽ. മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്. മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്നത് ക്യാരറ്റിനെ ഓർത്തു കഴിഞ്ഞാൽ ഓറഞ്ച് നിറം നമുക്ക് ഓർക്കാൻ പറ്റും. അടുത്തത് ആന്തോസയാനിൻ, ചുവപ്പ് നിറം നൽകുന്നത്, പർപ്പിൾ നിറങ്ങൾ നൽകുന്നതൊക്കെ ആന്തോസയാനിൻ ആണ്. ഓക്കെ, ഇവയുടെ ഏറ്റക്കുറച്ചിലാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത്. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറുന്നു. അന്നജം പഞ്ചസാരകളായി മാറുന്നു. ഇതാണ് പഴങ്ങളുടെ നിറമാറ്റത്തിനും രുചിമാറ്റത്തിനും പിന്നിലെ രഹസ്യം. അപ്പോൾ പഴങ്ങളുടെ നിറമാറ്റത്തിനും രുചിമാറ്റത്തിനും എന്താണ്?
നമ്മുടെ എന്താണ് ഭക്ഷണം പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. ഹരിതകണം എന്ന് പറയുമ്പോൾ പച്ചയായിരിക്കും, അത് വർണ്ണകണമായിട്ട് മാറുമ്പോൾ വിവിധ നിറങ്ങളിലാകും. അതാണ് പഴങ്ങളുടെ നിറമായിട്ട് മാറുന്നത്. പിന്നീട് അന്നജം എന്തായിട്ട് മാറും? പഞ്ചസാരയായിട്ട് മാറും. അന്നജം പഞ്ചസാരയായിട്ട് മാറുമ്പോൾ എന്താണ്? അവിടെ മധുരവും ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റ് ഈ കോളം ഒന്ന് വായിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഒന്ന് വായിച്ചു നോക്കി നോക്കുക. ഇനി ഇവിടെ ജന്തുകോശത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ജന്തുകോശത്തിനും സസ്യകോശത്തിൻ്റെയും ഡിഫറൻസ് 6ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ ഒന്ന് പഠിച്ചല്ലേ. ഇനി ഇവിടെ നോക്കുക, സെൻട്രോസോം ലൈസോസോം. നമ്മൾ സസ്യകോശത്തിൽ മാത്രമുള്ള 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ്? കോശഭിത്തിയും അതുപോലെ തന്നെ പിന്നെ എന്താണ് പഠിച്ചത്? കോശഭിത്തി കൂടാതെ ഹരിതകണവും പഠിച്ചല്ലേ. കോശഭിത്തിയും ഹരിതകണവും എവിടെ മാത്രമേ ഉള്ളൂ? സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന 2 കാര്യങ്ങളും കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്, സെൻട്രോസോമും ലൈസോസോമും. എന്താണെന്ന് നോക്കാം. സെൻട്രോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നത് നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് സെൻട്രോസോം. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. അപ്പോൾ സെൻട്രോസോമിലുള്ള സെൻട്രിയോളുകളാണ് എന്തിനു സഹായിക്കുന്നത്? കോശവിഭജനത്തിന് സഹായിക്കുന്നത്. സെൻട്രോസോം ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. സെൻട്രോസോമിലുള്ള സെൻട്രിയോളുകളാണ് കോശവിഭജനത്തിന് സഹായിക്കുന്നത്. അടുത്തത് ലൈസോസോം ആണ്. ലൈസോസോം എന്ന് പറയുമ്പോൾ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് ലൈസോസോം. ലൈസോസോം എന്താണ് ചെയ്യുന്നത്? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ, ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അന്യവസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദഹനരസങ്ങൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ലൈസോസോം ആണ്. അപ്പം ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് സെൻട്രോസോം ലൈസോസോം. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് കോശഭിത്തി അതുപോലെ തന്നെ ഹരിതകണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ. അപ്പോൾ കോശം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് കലകളെക്കുറിച്ചാണ്. അപ്പോൾ കലകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിലൂടെയാണ്. കോശജാലങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഇനം കോശങ്ങളാണോ കാണപ്പെടുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. കോശങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള കോശങ്ങളുണ്ട്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് നോക്കൂ. നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ, പേശീകോശങ്ങൾ. അപ്പോൾ കോശം എന്ന് പറയുന്നത് പലതരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ കോശങ്ങളിലെ വൈവിധ്യം എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഭാഗവും വിവിധ തരത്തിൽപ്പെട്ട കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചതാണല്ലേ. പലതരത്തിലുള്ള കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത്. നാഡീകോശം, പേശീകോശം, രക്തകോശം, അസ്ഥികോശം എന്നിങ്ങനെ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ മനുഷ്യരുടെ ശരീരത്തിൽ ഉണ്ട്. ഓക്കെ, ഇനി നോക്കാം. ഈ കോശങ്ങളുടെ ക്രമീകൃതവും നിയന്ത്രിതവുമായ പ്രവർത്തനമാണ് ശരീരത്തിന്റെ സുസ്ഥിതിക്കാധാരം അല്ലേ. നമ്മുടെ കോശങ്ങളുടെ കറക്റ്റായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിന്റെ സുസ്ഥിതിക്കാധാരം. കോശങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടായ്മകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം കോശജാലങ്ങളെ കലകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഓരോ കോശവും തന്നെ നിൽക്കാതെ ഓരോ കോശങ്ങളുടെ കൂട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കലകൾ എന്ന് പറയുന്നത്. കലകൾ എന്ന് വെച്ചാൽ എന്താണ്? കോശങ്ങളുടെ ഒരു കൂട്ടമാണ്. ഓക്കെ, കിട്ടിയോ? കലകൾ എന്ന് പറയുന്നത് കോശം എന്താണെന്ന് നമ്മൾ പഠിച്ചു. കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. കൂട്ടത്തോട് കൂടിയിട്ടാണ് കോശങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ കൂട്ടത്തെയാണ് നമ്മൾ കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക. അപ്പൊ എന്താണ് കലകൾ? ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. എന്താണ് കലകൾ? ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായിട്ടുള്ള സമാന കോശങ്ങളുടെ കൂട്ടമാണ്. സമാന കോശങ്ങളുടെ കൂട്ടമാണ് എന്ത്? കലകൾ എന്ന് പറയുന്നത്. ബഹുകോശ ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ ഇനം കലകളുണ്ട്.
വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം സഹായിക്കുന്നു. അപ്പോൾ കലകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അവയ്ക്ക് എന്താണ്, ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കാനായിട്ട് ഉണ്ടാകും. അങ്ങനെയുള്ള സമാന കോശങ്ങളുടെ കൂട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത്, കലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ധർമ്മം അനുസരിച്ച് വിവിധ തരത്തിലുള്ള കലകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനിവിടെ നോക്കുക, കുറച്ച് എന്താണ് കലകളുടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വിത്തുകോശങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ നോക്കുക, ജന്തുകലകൾ, അതായത് കലകൾ നമ്മൾ പറഞ്ഞില്ലേ, പല തരത്തിലുള്ള കലകളുണ്ട് ഫംഗ്ഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ ആദ്യത്തേത് ആവരണകല. ആവരണകല അഥവാ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കലകളാണ് ആവരണകല. ആവരണം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, പൊതിഞ്ഞു സൂക്ഷിക്കുക എന്നുള്ള ഒരു അർത്ഥമല്ലേ. അപ്പോൾ ആവരണകല എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. അന്നപഥത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. അന്നപഥത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നത് ആരാണ്, ആവരണകലയാണ്. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. അപ്പോൾ ആവരണകലയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു, അന്നപഥത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു, സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഇത്രയാണ് ആവരണകലയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് നാഡീകലയാണ്. നാഡീകല അഥവാ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷൻ എന്താണ്, ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്, നാഡീകലയാണ്. ഓക്കെ, ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകലയാണ്. ഇനി ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രതികരിക്കാൻ സഹായിക്കുന്നത് ആരാണ്, നാഡീകലയാണ്. ഓക്കെ, അപ്പോൾ നാഡീകലയുടെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി, ആവരണകല എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അടുത്തത് പേശീകല അഥവാ മസ്കുലർ ടിഷ്യൂ. എന്താണ് പേശീകലയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനുമുള്ള കോശങ്ങൾ. ഓക്കെ, സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്, പേശീകലയിലാണ്. ശരീരചലനം സാധ്യമാക്കുന്നു. നമ്മുടെ ശരീരം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചലിപ്പിക്കാനൊക്കെ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുന്നത് പേശീകലയാണ്. സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ്. ശരീരചലനം സാധ്യമാക്കുന്നത് പേശീകലയാണ്. ഓക്കെ, അടുത്തത് യോജക കല അഥവാ കണക്റ്റീവ് ടിഷ്യൂ. അപ്പം നമ്മളിപ്പോൾ എത്ര തരം കലകളാണ് പഠിച്ചത്, 4 തരം അല്ലേ. എന്തൊക്കെയാണ്, ആവരണകല, നാഡീകല, പേശീകല, സംയോജക കല അല്ലെങ്കിൽ യോജക കല, കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ യോജക കലയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നു. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ വിവിധ യോജക കലകളാണ്. നമ്മൾ ഓരോ വരി വായിക്കുമ്പോഴും അവിടെ നിന്നും ഉള്ള ചോദ്യങ്ങളും കൂടെ പ്രതീക്ഷിച്ചിട്ട് വേണം വായിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നത് ആരാണ്, യോജക കലയാണ്. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ ഏത് തരം കലകളാണ്, യോജക കലയാണ്. ഓക്കെ, ഇനി അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. അപ്പോൾ അസ്ഥി, തരുണാസ്ഥി, അസ്ഥി, നാരുകല, രക്തം ഇതെല്ലാം യോജക കലയാണ്. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് എന്താണ് ചെയ്യുന്നത്, താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നതാണ് അസ്ഥി അല്ലേ. നമ്മുടെ അസ്ഥികൾ കാരണമാണ് നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക ആകൃതി കിട്ടുന്നത്. അപ്പം അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. നാരുകല, ഫൈബ്രസ് ടിഷ്യൂ എന്താണ് ചെയ്യുന്നത്, നാരുകല ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, നാരുകല എന്താണ് ചെയ്യുന്നത്, ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് രക്തം. രക്തം എന്താണ് ചെയ്യുന്നത്, പദാർത്ഥ സംവഹനം.
പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. അപ്പോൾ യോജക കല വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? യോജക കലയാണ്. അപ്പോൾ യോജക കല എന്താണ്? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നതാണ് യോജക കല. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ വിവിധ യോജക കലകളാണ്. അസ്ഥിയും തരുണാസ്ഥിയും എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. നാരുകല ചെയ്യുന്നത് എന്താണ്? ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. രക്തം എന്താണ് ചെയ്യുന്നത്? പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഓക്കെ, കിട്ടിയല്ലോ. ഇനി യോജക കലയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് ആർക്കുള്ളത്? യോജക കലകൾക്കുള്ളത്. ഓക്കെ, മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് ആർക്കുള്ളത്? യോജക കലയ്ക്ക് ഉള്ളത്. മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുക. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ, കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല എന്നിവയെല്ലാം ഈ ധർമ്മമാണ് നിർവഹിക്കുന്നത്. അപ്പോൾ യോജക കലയ്ക്ക് കൂടുതൽ എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? ടെൻഡനുകളാണ്. അപ്പം ടെൻഡനുകൾ യോജക കലയാണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ആരാണ്? സ്നായുക്കളാണ്. സ്നായുക്കൾ എന്താണ്? ഒരു യോജക കലയാണ്. നമ്മുടെ കണ്ണുകളെയും വൃക്കകളെയും എല്ലാം അതാത് സ്ഥാനത്ത് ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്നത് നാരുകലയാണ്. ഇതെല്ലാം എന്താണ്? യോജക കലയാണ് അല്ലേ? അപ്പോൾ യോജക കലകളായ അസ്ഥികലയും തരുണാസ്ഥികലയും ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുകയും ആന്തരാവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ പഠിച്ചത് തന്നെയാണ് അല്ലേ? അസ്ഥികലയും തരുണാസ്ഥികലയും നമ്മുടെ ചലനത്തിന് സഹായിക്കുന്നു. പിന്നെന്താണ്? നമ്മുടെ ശരീരത്തിന് താങ്ങും ബലവും ആകൃതിയും നൽകുന്നു. ആന്തര അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി ദ്രാവക കലയായ രക്തവും യോജക കലകളിൽ പെടുന്നു. നമ്മൾ പഠിച്ചല്ലേ? ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, പദാർത്ഥ സംവഹനമാണ് രക്തത്തിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അതായത് ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം തുടങ്ങി വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് ആര് നിർവഹിക്കുന്നത്? രക്തം നിർവഹിക്കുന്നത്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് എന്ത്? യോജക കലകൾ. അപ്പോൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോജക കലയാണ്. ഓക്കെ, അപ്പോൾ